ചിത്തിര നാളുകാരെ സംബന്ധിച്ച് 1201 ആണ്ട് എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം. ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം കന്നിക്കൂറിലും ഒടുവിലത്തെ പകുതി ഭാഗം തുലാക്കൂറിലുമാണ് വരുന്നത്. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രാവസ്ഥയും തുലാക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. പൊതുവെ ചിത്തിര നാളിനെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിച്ചു പോന്നിരുന്നതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. വിദേശ തൊഴിലിന് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല തൊഴിൽ മേഖലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങളും പുരോഗതികളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനായിട്ട് അവസരമുണ്ടാകും. വിവാഹ ആലോചനകൾ ചെയ്യുന്നവർക്ക് ആ കാര്യത്തിൽ അധികം വൈകാതെ തീരുമാനം ഉണ്ടാകുന്നതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം വന്നു ചേരും. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയെപ്പറ്റി വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് വേണ്ടത്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവം തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോവുക. പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നടത്തുക. എല്ലാ കാര്യങ്ങളിലും നന്നായി ആലോചിച്ച് സാഹചര്യം മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുക. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിൻ്റെ കാലഘട്ടമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ജനന സമയം അനുസരിച്ചുള്ള ശരിയായ ഗ്രഹസ്ഥിതി കണക്കാക്കി അതിൻ പ്രകാരം രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്.